എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അബി ജലജയെ കളിയാക്കുവാണ്. അമ്മയുടെ ഒരു ബുദ്ധി ഭയങ്കര ബുദ്ധി തന്നെയാണ് കേട്ടോ. എന്നെ മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചിട്ട് അമ്മ കാണിച്ചു കൂട്ടിയത് കൊള്ളാം എന്നൊക്കെ പറയുന്നതേക്കും ജലജയ്ക്ക് ദേഷ്യം വരും. ജലജ ചാടി എഴുന്നേറ്റ് അബിയുടെ കോളറിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഇതുപോലെയൊക്കെ വരുവുള്ളൂ. ഈശ്വരന്മാർക്ക് പോലും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നീ നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ, ഇതുപോലൊരു മന്ദബുദ്ധി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, അതെ ഞാൻ അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞേ, അപ്പോൾ അത്രയ്ക്കും ഉണ്ടാവുള്ളൂ എന്നങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയും. അന്നേരം ജലജയ്ക്ക് ഭയങ്കര സങ്കടം. ജലജ ഓർത്തത് മാല കൊണ്ട് എടുത്ത് ഒളിച്ചു വെച്ച് കഴിയുമ്പോൾ നയനെ സഹിതം വീട്ടിൽ നിന്ന് ഇറക്കി വിടാം, അന്നേരം മാല കാണാത്തതിൻ്റെ പേരിൽ കല്യാണം മുടക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും നടക്കാതെ വന്നപ്പം ആകെ വിഷമമാണ് ജലജയ്ക്ക്. അന്നേരം ജലജ പറയുന്നുണ്ട്, എടാ നിനക്കറിയാവോ ഞാൻ ഈ വീട്ടിലെ വെറും പുറമ്പോക്കാണ് എന്ന്. അത് ഇവിടെ ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുമുണ്ട്. എന്നെ അവർ എടുത്തു വളർത്തിയതാണ്, അവരുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും അതിൻ്റെ ഒരു വേർതിരിവ് കാണും. അത് ഇവിടെയുള്ള ആ നയനയ്ക്കോ നിൻ്റെ ഭാര്യയ്ക്കോ അവളുടെ അമ്മയ്ക്കോ ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ അതുങ്ങളും ഇതൊക്കെ വിളിച്ചു പറഞ്ഞേനെ, എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവൾ വിളിച്ചു പറയുന്നത് പോലെ. അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് ആകെ സങ്കടം എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും പാർട്ടീഷൻ ചെയ്ത് അതങ്ങ് കിട്ടുമായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഇനി നീ മിണ്ടണ്ട. ഇതിനു മുമ്പ് ഒരു പാർട്ടീഷൻ്റെ കാര്യം പറഞ്ഞപ്പം എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞതാണല്ലോ, അതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടേരേ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നുമില്ലാതെ വെറുതെ പുറത്തോട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥയാണല്ലോ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അബി പറയും, അമ്മ അങ്ങനെ പോകേണ്ട കാര്യമൊന്നും വരത്തില്ല. ഇതേതായാലും ഒരു ട്രസ്റ്റിൻ്റെ കീഴിലല്ലേ സ്വത്തെല്ലാം വരുന്നത്, അതിലൊരു വിഹിതം നമുക്കും കിട്ടുമല്ലോ, പിന്നെ എന്താ എന്ന് വയ്ക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, എടാ ട്രസ്റ്റിലുള്ള അവകാശമൊക്കെ മാറ്റാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, അതുകൊണ്ടാണ് എനിക്ക് ആകെ ടെൻഷൻ. അതുപോലെ അനിയും ആദർശവും ഒക്കെ വളരെ വിനയത്തോടെ ആ മുത്തശ്ശൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് അവർ ആ പ്രീതി പിടിച്ചു പറ്റി, നിന്നെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, ഇങ്ങനൊരു മുത്തശ്ശനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നോക്കിക്കോ ഞാൻ കോടികൾ സമ്പാദിച്ചേനെ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അയ്യോ നീ ഒന്നിനും പോകാതിരിക്കുന്ന നല്ലത്, എന്നിട്ട് വേണം അത് നേരെ നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴാൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരുത്തി ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വരുന്നില്ലേ, ഇഷ്ടം പോലെ എടുപ്പതിന് സ്വത്തും പണവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി അവളും നയനെ പോലെ തന്നെയാണെങ്കിൽ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി എന്നിങ്ങനെ പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, വേറെ ആരെയല്ല ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടത് ആ നയന എന്ന് പറയുന്നവളെയാണ്. നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അതെല്ലാം നശിപ്പിക്കുന്ന അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നിങ്ങനെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പം ഇവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, ഇവിടെ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാത്തിനെയും തമ്മി തല്ലിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അബിയോ പറയുന്നുണ്ട്, അതെങ്ങനെ സാധിക്കാമെന്ന്, അമ്മയുടെ ബുദ്ധിയല്ലേ, ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം, എടാ നിന്നെപ്പോലെ ഒരുത്തൻ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നില്ലേ, അതുകൊണ്ട് എനിക്കിതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. നീ ഒരു നിർമ്മലിനെ ഏൽപ്പിച്ചായിരുന്നല്ലോ, അവന് അങ്ങോട്ട് പൈസ കൊടുത്തല്ലാതെ വേറെ എന്തെങ്കിലും നേട്ടം നിനക്കുണ്ടായോ? അതുപോലെ ഓരോരുത്തരെ വിളിച്ചു വരുത്തും, അവർക്ക് പൈസ കൊടുക്കും, ഇതല്ലാതെ വേറെ നേട്ടമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നയനയും അനിയാണ്. നയന ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അനിക്ക്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, ഏതായാലും മാല കാണാതെ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ ഒന്ന് സംശയിച്ചായിരുന്നു എന്ന് പറയും. അന്നേരം അനി ചോദിക്കും, അതെന്താ എടുത്തേ അങ്ങനെ പറഞ്ഞത്? അല്ല ഇനി വിവാഹം മുടക്കാൻ വേണ്ടി നീയാണോ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു, പിന്നീട് മനസ്സിലായി അങ്ങനെയല്ലാന്ന് മനസ്സിലായി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാവോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയും. അന്നേരം നയന പറയുവാണ്, അന്ന് ഇവിടെ നെല്ല് മുളപ്പിക്കാൻ വെച്ചില്ലേ, അന്നത് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അതിലെന്തൊക്കെയോ ചെയ്തിരുന്നു, ഞാനാണ് ആ നെല്ലിൻ്റെ പാത്രം പുറത്ത് വെച്ചിട്ട് മുളച്ചത് അകത്തേക്ക് കൊണ്ടുവച്ചത്. ഒരു കാരണവശാലും അനിയുടെയും അനാമികയുടെയും വിവാഹം മുടങ്ങരുത്, ഇവിടെ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എടുത്തി അനാമികയെ എനിക്ക് വലിയ താല്പര്യമില്ല എന്നത് സത്യം തന്നെയാണ്, പക്ഷേ ദൈവത്തിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അനി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയിപ്പം ഇടയ്ക്ക് അനാമികയെ വിളിക്കുകയൊക്കെ ചെയ്യണം, അന്നേരം അവൾക്ക് എനിക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ നന്ദുവിനെ ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും നന്ദുവിന് ഈ വീട്ടിലേക്കൊന്ന് വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് അനിയാണെന്ന് പറയും. അന്നേരം എനിക്ക് ആകെപ്പാടെ വിഷമമാട്ടോ. അന്നേരം പറയുന്നുണ്ട്, മുത്തശ്ശന് അസുഖമാണ്, മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹം, അതുകൊണ്ട് നമ്മളായിട്ട് മുത്തശ്ശനൊരു ടെൻഷനും കൊടുക്കരുത്, അതുകൊണ്ട് ഈ വിവാഹത്തിന് നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ നയന അനിയെ.
പിന്നീട് കാണിക്കുന്നത് നയനയും നവ്യയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ആ മാല കാണാതെ പോയ ആ കാര്യത്തെപ്പറ്റി തന്നെയാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ അത് എല്ലാവരോടും മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, അത് എല്ലാവരോടും തുറന്നു പറയണമായിരുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞ് അവരൊരു കള്ളിയാണ് എന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ആരും സംശയിക്കില്ലായിരുന്നു. നീ അതെന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ക്ഷമിക്കാം എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെ ക്ഷമിച്ചാണ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തിയത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താമസിക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടതായിട്ടും വരും എന്ന് പറയും. എന്നിട്ട് നവ്യ കൂടെ പറയുവാണ്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വരുന്നത് ഒരുപാട് സ്വത്തും പണവും ഒക്കെ ഉള്ളൊരു പെണ്ണാണല്ലോ, അതുകൊണ്ട് കുറേ സ്വർണവും കാണും. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം ആ പെണ്ണിനോട് പറഞ്ഞേക്കണം, ആവശ്യത്തിന് സ്വർണം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി വല്ല ലോക്കറിലും കൊണ്ടുവയ്ക്കണമെന്ന്. നീ അത് ആദർശേട്ടനോട് പറഞ്ഞ് പറയിപ്പിച്ചാലും മതി. അല്ലെങ്കിൽ അത് ഈ പറയുന്ന ജലജയും അവരുടെ മോനും ഒക്കെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അത് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ തലയിലോ ഒക്കെ ഇടും, ഇപ്പോൾ ചെയ്തതുപോലെ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാകും എന്ന് പറയും. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കനക കേൾക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഓർത്ത് നോക്കി, ആ മാല മോഷ്ടിച്ച് അവരെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവച്ചു. ഭാഗ്യം കൊണ്ടല്ലേ നമ്മളത് കണ്ടത്. എന്നിട്ട് അത് അമ്മയുടെ തലയിലാക്കാൻ വേണ്ടി അവരെന്തൊക്കെ അഭിനയമാണ് കാഴ്ചവെച്ചത് എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ആകപ്പാട് വിഷമമാണ് കനകയ്ക്ക്. അന്നേരം എൻ്റെ മക്കളെ നിങ്ങൾ എന്ത് ഈ പറയുന്നത്, എന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണോ ജലജ ഇതൊക്കെ? ഈശ്വര, എൻ്റെ ഭാഗ്യം നിന്ന് അതങ്ങനെ കണ്ടെടുത്തായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇവിടുത്തെ മൂർത്തി സാറും അതുപോലെ ആദർശിൻ്റെ അച്ഛനും ഒക്കെ എന്നെ കള്ളിയായിട്ട് കരുതില്ലായിരുന്നോ? ഇവിടുന്ന് ഇറക്കി വിടിയാലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ഒപ്പിച്ചു വെക്കുന്നത് ആ ജലജ എന്ന് പറയുന്ന എൻ്റെ അമ്മായിമ്മയും മോനും കൂടിയാണ്. അവർ രണ്ടുപേരും നന്നാകാതെ ഒരു രക്ഷയില്ല. നന്നാകും എന്നും പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനും തോന്നുന്നില്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിടിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പം നയന പറയും, ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന കാര്യം അറിയത്തില്ലേ എന്ന് ചോദിക്കും. നേരം നവ്യ പറയുന്നുണ്ട്, അതോ അവൻ്റെ കുഞ്ഞല്ലെന്നല്ല അവൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, സത്യാവസ്ഥ എന്താണെന്ന് ഈ ചേച്ചിക്ക് അറിയത്തില്ലേ? അവരുടെ സ്വഭാവം വെച്ച് അവർ നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്നോട് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടിയും ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ നീയാണ് പലപ്പോഴും പലരുടെയും മുമ്പിൽ അങ്ങ് മിണ്ടാതെ നിൽക്കുന്നത്. കറക്റ്റ് സമയത്ത് നിനക്ക് പ്രതികരിച്ചാൽ എന്താണ് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ആദർശേട്ടന് ചെറിയ മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഇപ്പോഴും വേലക്കാരിയായിട്ട് തന്നെയാണ് അമ്മ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്നോട് ഓരോന്നും പറയാറുണ്ടോ എന്ന് പറയും. എന്നിട്ട് നവ്യ ചോദിക്കും, അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, അങ്ങനെയൊക്കെ സംസാരിക്കും നിനക്ക് തക്ക മറുപടി കൊടുത്താൽ എന്താ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ അത് ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം കനകയും പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മായിമ്മയോട് ഇനിയിപ്പോൾ ഒന്നും തിരിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് ഒഴിവാക്കി വിട്ടാൽ മതി എന്ന രീതിയിലാട്ടോ കനകയെ സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ കുറേയൊക്കെ സംസാരിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, ഏതായാലും ബാക്കിയെല്ലാം ഞാൻ ക്ഷമിക്കും, പക്ഷേ ആ ജലജ അവൾക്കിട്ട് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് കനിക അവിടെ നിന്ന് പോകുന്നത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, പുതിയൊരുത്തി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അവളാണ് ഇവിടുത്തെ മരുമകൾ എന്നാണ് നിൻ്റെ അമ്മായിമ്മ പോലും പറയുന്നത്. ഏത് രീതിയിലാണേലും എൻ്റെ തലയിൽ കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലത് ഞാൻ തിരിച്ചു പറയും. ഇതിപ്പം അവൾക്ക് കുറച്ച് പൈസ കൂടുതലൊക്കെ കയ്യിലുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ മുകളിലല്ല അവൾ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് നവ്യ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം നവ്യക്കുണ്ടല്ലോ, എനിക്കതില്ലാന്ന് തോന്നിയിട്ടുമുണ്ട് പലപ്പോഴും. മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ടാണ് കനക റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം ജലജ കയ്യിലൊരു കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ, വൈനാണ്. അത് കുടിക്കാൻ തുടങ്ങുമായിരുന്നു. അന്നേരം ചോദിക്കും, ഇത് എന്നതാണെന്ന് ചോദിക്കും കനക. അന്നേരം പറയും, അയ്യോ ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വാറ്റിയെടുത്ത ഒരു ജ്യൂസാണ്, ഇത് കഴിച്ചാൽ നന്നായിട്ട് നിറം വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ, ആണോ എന്നാൽ എനിക്ക് ഇത്തിരി തായെന്ന് പറയും. അപ്പോൾ ജലജയ്ക്ക് കൊടുക്കാൻ മടിയാണ്, പക്ഷേ അത് മേടിച്ച് കുടിക്കും കേട്ടോ കനക അത് കുടിച്ച് കഴിഞ്ഞെങ്കിൽ കനകയ്ക്ക് വൈനാണ്, പക്ഷേ പരിധി കൂടുതൽ കുടിച്ചപ്പം പൂസായി എന്നാണ് പറയുന്നത്. അന്നേരം ജലജ ഓർക്കുന്നുണ്ട്, ഈശ്വര വൈനാണല്ലോ, അവളും ഇത് മൊത്തം കുടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അന്നേരം മനസ്സിലോർക്കും, ഇവൾ കുടിച്ച് പൂസായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ച് കാണിക്കണം, അന്നേരം അതിൻ്റെ പേരിൽ ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ജലജ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും പൂസായ കനക ജലജയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ കൈ നീ കണ്ടോ, ഇതെന്തിനാന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കിക്കോട്ടെ ജലജ. അന്നേരം ജലജയുടെ കാരണത്തിൻ്റെ ഓർമ്മ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ഇതുപോലെ നിനക്ക് തരാനാ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾ നീയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കാത്ത നീ, അതുകൊണ്ട് മര്യാദയ്ക്ക്
അവിടെ ഇരിക്കടി എന്ന് പറയുവാണ്. അന്നേക്കും ജലജ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങും. അന്നേരം ആ ഫോൺ അങ്ങ് പിടിച്ച് മേടിക്കും. എന്നിട്ട് നീ ആരെയും ഫോൺ വിളിക്കാൻ പോണേ, ആരെയും ഫോൺ വിളിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ കയറി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അന്നേരം ജലജ കട്ടിലേക്ക് കയറി കിടക്കും. അന്നേരവും ജലജനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കനകയും കയറി കിടന്നുറങ്ങും. പിന്നെ നേരം വെളുത്ത കാണിക്കുന്നത് ജലജ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ വരുവാണ്. വന്നപ്പോഴും കനക ബോധം കെട്ട് കിടന്ന് ഉറങ്ങുക. അന്നേരം പയ്യെ എഴുന്നേക്കും. അത് കഴിഞ്ഞ് അന്നേരം ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ എന്തൊക്കെയാണ് അടി കാണിച്ചു കൂട്ടിയത് കുടിച്ചിട്ട് എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉള്ളവരോട് പറയാനാണോ, നീയല്ലേ എനിക്ക് നല്ല ജ്യൂസാണെന്ന് നേരം വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ആഹാ ഇപ്പം എൻ്റെ ഭാഗത്താണോ തെറ്റ് എന്ന് ചോദിക്കുമ്പം ആ നിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ നിനക്കത് ആരോടെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. എങ്ങനെയാണ് ആ മാല എൻ്റെ ബാഗിലെത്തിയത് അത് നീ പറ എന്നിങ്ങനെ പറയും. അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, ഈശ്വര അവളുമാർ ഇതെല്ലാം ഇവളോട് പറഞ്ഞു എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കനക പറയും, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പക്ഷേ എൻ്റെ നയനമോള് നിന്നെ അരച്ച് കലക്കി കുടിച്ച് ബുദ്ധി അവൾക്കുണ്ട്, അതുകൊണ്ട് അവൾ അതെല്ലാം കണ്ടുപിടിച്ചു. ഇനിയും ഈ വീട്ടിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അതെല്ലാം ഉണ്ടാക്കുന്നത് നീയും നിൻ്റെ മോനുമാണ് എന്നുള്ള കാര്യം എൻ്റെ നയനമോൾക്കറിയാം. അതുകൊണ്ട് അവളെ പറ്റിക്കാമെന്നൊന്നും നീ ഓർക്കണ്ട എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. അതിൻ്റെ ഇടയ്ക്ക് ജലജേനെ കുറേ ചീത്തയൊക്കെ പറയും. പക്ഷേ ജലജയ്ക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, ഈ മോഷ്ടിച്ച കാര്യവും ഈ കാര്യങ്ങളെല്ലാം അറിയാലോ ഇവർക്ക് എന്നോർത്തിങ്ങനെ വിഷമിച്ച് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.